ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കമൻസ് ഇട്ടവർക്കും എല്ലാവരും ഒന്നും കണ്ടില്ല. എൻ്റെ സ്ഥിരം കാണുന്നവരൊന്നും വീഡിയോ കണ്ടില്ലെന്ന് തോന്നുന്നു. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഞാനോ എന്തോ ആർക്കറിയാം. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടല്ലോ നല്ല ഇടിവെട്ടലായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിൽ പെയ്യാതിരുന്നു, മഴ പെയ്ത് ഇടിയും പിന്നലും വെട്ടി ഒത്തിരി പേരുടെ വീടുകളിൽ പിന്നെ ഫർണിച്ചറുകൾക്ക് മീൻസ് അതായത് ഫ്രിഡ്ജ്, ടി വി ഒക്കെ കത്തിപ്പോയി. അതുപോലെ പെരയ്ക്കകത്തൂടെ ലൈറ്റ് കത്തുമായിരുന്നു, തീ കത്തുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങ് മറവിയാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ എന്തോ എടുക്കാൻ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മനോജ് പറയാം, ഞാനും തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് വിജയും ഓർമ്മക്കറുവാണ് പുള്ളിക്കാരി. അതുപോലെ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എന്തോ എടുക്കാൻ വന്നതാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോയിലേ എന്തോന്നോ കപ്പയുണ്ട്, കപ്പയും മീനുമാണ്. അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുറേ നാളുകൊണ്ട് ഡാർജിലിംഗ് എന്ന് പറഞ്ഞൊരു ഐഡിയ എന്നാണ് വരുന്നത്. പേര് സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ പേര് ഇതല്ല, ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കപ്പയും മീനും ഒന്നും വെക്കുന്നതിൽ ഇന്നാളി ചോദിച്ചായിരുന്നു, ഒന്നും കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ കപ്പയും മീനും എന്ന് വരുന്നോന്ന്. അപ്പം നമുക്കിപ്പം നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ കഴിഞ്ഞിടെ ഈ അസുഖമായതുകൊണ്ട് വന്നോട്ടേ പ്രൈസമോൻ എന്നോട് പറയാം, മമ്മി കപ്പ വാങ്ങിയത് അവൻ ചക്കയെന്നാണ് പറഞ്ഞത്, ചക്ക വാങ്ങിയരെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത്തിരി കഴിയട്ടെ, വാങ്ങിച്ച മമ്മിയും കഴിക്കും അതുകൊണ്ടാണ്. അപ്പം എന്നോട് പറയുകയും ചെയ്ത് ചേച്ചി വാങ്ങിച്ച് കഴിക്കുക, സാരമില്ല ഇച്ചിരി കഴിച്ചാൽ മതി എന്നൊക്കെ. അത് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ച് എന്നും ഞങ്ങൾ സൺഡേ മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ അവിടെ ഒരു മലയാളി കടയുണ്ടല്ലേ, ടീച്ചർ ചോദിക്കും മലയാളിക്കടയിൽ പോണോ. ഞാൻ പറയും വേണ്ടാന്ന്, ഏത്തക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ അവിടെ ചെന്നാൽ കപ്പ കണ്ടാൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറയും വേണ്ട പോണ്ടാന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ സബ്സ്ക്രൈബിനെ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നമുക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴും അവരുടെ ആരെങ്കിലും കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരിത്തിരി കൊതിയാണ്. അത് മനുഷ്യനാണോ കൊതി കാണും, എത്രയ്ക്കാന്നേലും കൊതി നമുക്ക് കാണും. അന്നേരം തൊട്ട് ഞാൻ എന്നാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കപ്പയും മീൻകറി ഇന്ന് വെച്ച്. പിള്ളേരുടെ ആഗ്രഹമില്ലേ. ഇവിടെ കപ്പ വെച്ചാൽ പിന്നെ പോൾമോൻ ട്യൂഷന് പോയേക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്ന ഉടനെ ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പോഴത്തേന് അവർക്കറിയാം കപ്പയോ അവിയലോ വെച്ചാൽ പെരയ്ക്കകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, ഒരു വെളുത്തുള്ളിയുടെ അങ്ങനെയൊക്കെ. അപ്പോഴേ അവൻ ചോദിച്ച് എന്തോ മമ്മി ഇന്നെന്ന്. അപ്പോൾ അവൻ്റെ ഒരു തുള്ളിച്ചാട്ടം കാണണമായിരുന്നു. ഇല്ല നാട്ടിലെ കപ്പയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല പൊടിയൊക്കെയുള്ള കപ്പയും. അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ കപ്പയൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ കഴിച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നേ, പിന്നെയും ചിന്തിച്ച് ഒന്ന് കഴിച്ച് കാണിക്കും. ചിലർ പറയും ചേച്ചി ഒന്ന് കഴിച്ച് കാണിക്കണേ, അത് കണ്ടിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നേന്ന്. അങ്ങനെ പിന്നെന്താ, പിന്നെ ഇവിടെയും മഴയുടെയൊക്കെ കോള് പോലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള അങ്ങ് വിയർത്തൊഴുകും അങ്ങ്. ഞാൻ ഒരു തോർത്തും കൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. എപ്പോഴും മുഖം കഴുകുകയും ചെയ്യും. ഇപ്പം ഇല്ല ജീന പറഞ്ഞതുപോലെ ജീനയുടെ മോൻ്റെ മുഖത്ത് മുഖക്കുരു ഉണ്ട്. ജീന ഒരു ഇങ്ങനെ ഇത് മുഖത്ത് ചെയ്തായിരുന്നു. അപ്പം ഞാനും ഇവിടെ ജീന എന്നാലും പറഞ്ഞ് ഈ പിള്ളേർ വെളിയിൽ പോയിട്ട് വന്നാൽ മുഖം ഒന്നും കഴുകും. ഇവിടുത്തെ ചെറുക്കനും അതുപോലെ നമ്മൾ നിർബന്ധിക്കണം ഇടാ കഴുകട. അതേസമയം അവൻ ചില സമയത്ത് എങ്ങനെ മനസ്സ് വെക്കുവാണെങ്കിൽ തന്നെത്താൻ ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി ഇവിടെ ഇരിക്കുന്ന ക്രീം അങ്ങ് വല്ലതുണ്ടെങ്കിൽ ക്രീം നാട്ടിൽ പോയപ്പോഴും അവൻ തേക്കും. ഞാൻ പറയണ ഒരു 3-4 പ്രാവശ്യം മുഖം അങ്ങ് കഴുകുക അന്നേരം. കാരണം വെളിയിലൊക്കെ പോയിട്ട് ഒരു മുഖത്ത് മൊത്തം പൊടിയല്ലേ. ഞാൻ പറയാം നീ കണ്ടിട്ടുണ്ടോ മമ്മി എത്ര പ്രാവശ്യം നിന്നാൽ മുഖം കഴുകുന്നതെന്നറിയാം. ഞാൻ മുഖത്തൊന്നും ഇടാറില്ല. ഒരു പൗഡർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പൗഡറില്ല. ഈ പൗഡറുണ്ട്, ഈ ചൂടിനിടുന്നേ, അത് മുഖത്തല്ല ഇടുന്നത്, ഈ ചൂടുകുരുവിനൊക്കെ ഇടുന്നത്. അല്ലാതെ ഒരു പൗഡർ നമ്മുടെ വീട്ടിലില്ല. പിന്നെ ഇടയ്ക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു, ഈ തണുപ്പ് സമയത്ത് അങ്ങ് വലിച്ചിൽ പോലെ. അപ്പം നിവിയ വാങ്ങിച്ച് നിവിയ ഇടുമായിരുന്നു. അല്ലാതെ ഒരു ക്രീം ഇടുക അങ്ങനൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും പരാതി കറണ്ട് ബില്ല് ഞങ്ങളുടെ ഇവിടെ ബോംബെയിലും അതുപോലെ. നമ്മൾ AC ഒക്കെ ഇടുന്നുണ്ട് ശരി തന്നെ, പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ അല്ലാത്തപ്പോഴും ഇടും. ഈ സമയത്ത് റേച്ചാൻ പറയുന്നത് എത്ര നമ്മൾ സൂക്ഷിച്ചാലും ഇലക്ട്രിസിറ്റിക്കാർ ഈ ചൂട് സമയത്ത് അവരൊരു ബില്ല് കൂട്ടുമെന്ന്. എല്ലായിടും നാട്ടിലാന്നേലും എല്ലായിടും കറണ്ട് ബില്ല് കൂടിയെന്നാണ് പറയുന്നത്. നമ്മളെത്ര സൂക്ഷിച്ചാലും ഈ ചൂട് സമയത്ത് കറണ്ട് ബില്ല് കൂടും.
അപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പിടിപെട്ടടിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലേ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. പിന്നെന്താ, എന്തോ പറയണമെന്ന് പറഞ്ഞു മറന്നു പോയി ദൈവമേ. ഇനി ഓർക്കട്ടെ. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും. അത് വീഡിയോ എല്ലാം നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഡബിൾ പണി, 1.5 മണിക്കൂർ വീണ്ടും കുത്തിയിരിക്കണം. കാരണം നമ്മൾ ഈ പറയുന്ന വോയിസും വീഡിയോയുടെ മാറിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ അതെല്ലാം സെലക്ട് ചെയ്ത് വരുവാന്ന് വെച്ചാൽ ചിലപ്പോൾ 1 മിനിറ്റിൻ്റെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും നമ്മളിത് ആഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നം വരും. ഓക്കെ, എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ഉണ്ടെങ്കിലും വ്യൂസ് എനിക്ക് തീരെ കുറവാണ്. അപ്പം ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾ നല്ല വീഡിയോ ഇടുക, അതുകൊണ്ടാണ് നമ്മളാ കഴിയുന്ന വീഡിയോ നമ്മൾ ഇടുന്നത്. ഇതല്ല എന്തോ വീഡിയോ ഇനി ഞാൻ ഇടുന്നത്. ഓക്കെ, ഇപ്പം രാവിലെ ദോശ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതാ എല്ലാവർക്കും ഇപ്പം ഇഷ്ടം. പക്ഷേ എനിക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ മുരിഞ്ഞ് ചൂടോടെ മുരുമുരായിരിക്കുന്നത് കടിച്ചാൽ കിറുകിറ് കേൾക്കും. അങ്ങനെയുള്ളത് ചായയുടെ കൂടെ കൂട്ടാൻ ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ പ്രീസം മോന് ഈ ഇഡലിയുടെ പൊടിയുണ്ടല്ലേ, അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അവനത് മതി. സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, അത് വേണ്ടാന്നവൻ പറഞ്ഞ് അവൻ ഇത് മതി. ഇവനും റീച്ചാനും ഇതാ ഇഷ്ടം. ഇങ്ങനെ മുരിഞ്ഞ ദോശ കൊടുത്തിട്ടുണ്ട് അവന്. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കട്ടെ അവനെ, എന്നിട്ട് ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ രാവിലത്തേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് കപ്പ വേവിക്കുന്നുണ്ടെന്ന്. കപ്പയൊക്കെ അരിഞ്ഞ് കഴുകി അതിങ്ങനെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കുടിക്കാനുള്ളത് ക്യാനിലൊക്കെ നിറച്ച് വെച്ചിട്ട് ബാക്കി കുടിക്കാനായിട്ടും വെച്ച്. അപ്പോൾ കപ്പ ഞാൻ 2 ഊറ്റും. ആദ്യം ഒന്ന് തിളച്ച് കളഞ്ഞിട്ട് വീണ്ടും. അപ്പം ഞാൻ കപ്പ കൊണ്ടുവരുന്നതിൻ്റെ അന്ന് നമ്മളിപ്പം വേവിക്കുന്നതിൻ്റെ തലേന്നേ ഒരു കുഞ്ഞ് ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതി ഇച്ചിരി എടുത്തിട്ട് അതൊന്ന് വേവുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് കീറി ഞാനൊന്ന് ബോയിൽ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വേവുമോ അഥവാ കിശുകിശായിരിക്കുമെന്നൊന്ന്. അതനുസരിച്ച് ഞാൻ ചിലപ്പം ഊറ്റിക്കഴിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കും. ഇതിപ്പം നോക്കിയുണ്ടേ ഇച്ചിരി സാമാന്യം വേവുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ അടപ്പത്ത് വെച്ചിട്ട് ഞാൻ ചിന്തിച്ച് തോരൻ വെക്കാം. വെജിറ്റബിൾ എല്ലാം തീർന്നു. അപ്പോൾ ചപ്പാത്തിക്കാർക്ക് കൊടുക്കാനായിട്ട് ഞാനൊരു മുട്ടത്തോരൻ വെക്കാമെന്ന് വെച്ച്. ഉള്ളിയൊക്കെ ഇട്ടിട്ടേ, തേങ്ങ ഇട്ടല്ല, സവാളയൊക്കെ ഒന്ന് വഴട്ടിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ചിക്കിയെടുക്കും. അപ്പോൾ അതിനായിട്ട് ഒരു 1-2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം പോൾമോനപ്പം രാവിലെ ട്യൂഷൻ പോകാനായിട്ട് അവൻ 2 നേരം ഉണ്ട് ഇന്ന്. രാവിലെ ഉണ്ട്. ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നെടുത്ത് സമയത്ത് അവന്മാരവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ടൊന്ന് ഓടിയതാണ് ഞാൻ. ഗീത 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 നിന്ന് മൽബറിക്കാ പറിക്കുക. മിലായിക്ക ഗീത, അവൾ കേൾക്കുന്നുമില്ലേ ഈ കുട്ടി. അവളുടെ മോനും പോളും കൂടെ ട്യൂഷന് പോകുന്നത്. അപ്പം ഞാൻ അവരെ നോക്കാനായിട്ട് ജനലിലോട്ട് നിന്നുണ്ടേ പോകുമ്പോൾ പറഞ്ഞ് ഗീതാൻ്റെ ഇതുകൊണ്ടാണ് നിന്ന് മൾബറിക്കാ പറിക്കുന്നെന്ന്. അതിൻ്റെ അത് ശരിക്കും ഉണ്ടായിരുന്നു. ഞാനത് പഴുക്കട്ടെന്ന് പറഞ്ഞ് നോക്കി നിൽക്കും താഴോട്ടൊക്കെ പോകുമ്പോൾ. അത് പഴുക്കുന്നതിന് മുമ്പിട്ടേ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ 2-3 പേര് പറിച്ചുകൊണ്ട് പോയി. നല്ല കുഞ്ഞതാന്നേലും നല്ല മധുരമുള്ളതായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ നിന്ന് പറിക്കും. അവളെ ഞാൻ മേളിൽ നിന്ന് വിളിച്ചിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. വേറൊരു വല്യമ്മച്ചിയുണ്ട്, അവരൂടെ നിന്നാണ് പറിക്കുന്നത്. അവന്മാർ പോകുന്നു ട്യൂഷന്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടികൾ ചെയ്യട്ടെ. പക്ഷെ ആ ഒരു ഗാർഡനിൽ ആവശ്യമുള്ള ഇരുമ്പമ്പുളിയുണ്ട്, മൽബറിയുണ്ട്, കാന്താരിയുണ്ട്. ഞാൻ പറയാമായിരുന്നു എൻ്റെ ഇനി ഒരു കരിയാപ്പൂടെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് നടാം. പിന്നെ പറിക്കുന്നത് എല്ലാവരും കൂടെ ആയിരിക്കുമെന്ന് പറിക്കുന്നത് ഒരു കരിയാപ്പൂടെ കൊണ്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചു പറഞ്ഞൊരു കരിയാപ്പ് വാങ്ങിച്ചു നമുക്ക് താഴെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നടിയിപ്പിക്കാമെന്ന്. അപ്പം ഞാൻ മുട്ട തോരൻ വയ്ക്കാനായിട്ട് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇത്രയും സവാള ഇട്ട്. അപ്പോൾ കൊച്ചവൻ
ഇതാ കണ്ടോണ്ടേ പറഞ്ഞ് വേണ്ടാന്ന്. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കി ഇടയ്ക്ക് വന്ന് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ടോണ്ടേ നല്ലൊരു മണം വന്നു. അപ്പോൾ ആശാൻ ഓടി വന്നോണ്ടേ ചോദിച്ചു എന്തോ ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞു മുട്ടത്തോര ഉണ്ടാക്കുമെന്ന്. ബുർജി ആണെങ്കിൽ കഴിക്കത്തില്ലായിരുന്നെന്ന് തോന്നുന്നു. ഈ പിള്ളേരുടെ കാര്യം എന്തോ ഇങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും. അവർക്ക് അവരുടേതായ രീതിയിൽ ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമോ അതും ഇല്ല. കാണുന്ന ഉടനെ വേണ്ടാന്ന് പറയും. പിന്നെ നിർബന്ധിച്ച് ഞാൻ അടുക്കളയുടെ അവിടുന്ന് ഒരു തടിയുടെ ഒരു സ്പൂണ് പോലുള്ളതുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ അടി ഇട്ടുകൂടാന്ന് പറഞ്ഞ് ഞാൻ ചാടി ഇങ്ങോട്ട് വരും. അപ്പം അടിക്കത്തില്ല, വായും കൊണ്ട് ഇങ്ങനെ ചാടി ആക്ഷൻ കാണിക്കും. അപ്പോഴത്തേക്കിനാൾ എന്നെയും പറഞ്ഞിരിക്കും. പിന്നെ ഞാൻ വാരി കൊടുക്കും. എങ്ങനെയും നിങ്ങൾ കഴിക്കണ്ടേ, നമ്മളിപ്പോൾ എല്ലാം ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്കിത് ഉണ്ടാക്കിത്താന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാൻ ഇത് ഉള്ളി ഒന്ന് ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട, ഇച്ചിരി ഒന്ന് പച്ചപ്പൊക്കെ പോയിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ പറയാം ഇച്ചിരി ഗരം മസാലയും കൂടി ഇടുന്നുണ്ടേ അത് നല്ലൊരു മണം വരും. അപ്പോൾ ചൂട് സമയമാണേലും മുട്ടയ്ക്കും വിലയാണ്, ചിക്കനും വിലയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ വിളിച്ചോണ്ട് അമ്മയും പറയുന്നു ചിക്കനൊക്കെ നാട്ടിലും വിലയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ചൂട് സമയത്തൊക്കെ വില കുറയേണ്ടതല്ലേന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ ഒരു മോൻ പറയുന്നു, ഡാഡി കോഴിയെ അങ്ങ് അടിക്ക്, എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാന്ന്. വേന്ദ്രൻ പിള്ളേരുടെ കാര്യം 4 വയസ്സ് എല്ലാം അമ്മമാർക്കറിയാം. നമ്മുടെ കാലമൊന്നും അല്ല ഇപ്പം, നമ്മളെ ഇങ്ങോട്ടെല്ലാം പഠിപ്പിക്കും. അപ്പം ഞാൻ ഇതിലേക്കൊരു 3-4 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഇട്ടിട്ട് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം. ഇച്ചിരി നേരം ഒന്ന് അടച്ചുകൊണ്ടേതാണ്ട് ഈ പരുവായി. പക്ഷേ ഇത്രയും പരുവാവണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയ സമയം കൊണ്ട് അത് ഇച്ചിരിയും കൂടെ ഒന്ന് വെന്തുപോയി. ഇത്രയും വേവണ്ടായിരുന്നു, ഒരു ഇച്ചിരിയും കൂടെ മുൻപേ ഇളക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ടാണ് ബ്രേസൻ കഴിച്ചത്. ഇത്രയും കൂടെ ലൂസായിട്ടിരിക്കുമായിരുന്നെങ്കിൽ അവന് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അങ്ങനെ നന്നായി എല്ലാം ഞാനിങ്ങനെ കുത്തി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ. ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നിൽക്കുക. ഞാൻ ആഴ്ച ഒരു 2-3 പ്രാവശ്യമേ തല കഴുകാറുള്ളൂ, എന്നും കഴുകാറില്ല. കാരണം ഈ മുടി ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ലല്ലേ, അതുകൊണ്ട് മുടി അങ്ങ് പൊഴിയും. അതുകൊണ്ട് ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എന്നും നമ്മൾ തല കഴുകുമല്ലേ. ഇവിടെ വന്നേ പിന്നെ ഞാനിപ്പം ഇവിടെ വന്ന സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് മുടി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ വെള്ളമൊക്കെ ക്ലോറിനൊക്കെ കളർന്ന വെള്ളമല്ലേ, അങ്ങനെ എൻ്റെ മുടി പോയതാണ്. അതുകൊണ്ടിപ്പോൾ ആഴ്ച 3 പ്രാവശ്യം അങ്ങനെ കഴുകത്തുള്ളൂ. പിന്നെ ഈ എണ്ണ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഡെയിലി തേക്കല്ല, മുൻവാരത്ത് ഇത്തിരി തേക്കും. അല്ലാതെ ഇങ്ങനെ ഈ തല കഴുകുന്നതിൻ്റെ അന്ന് ഞാൻ നന്നായി തലയിൽ എണ്ണ തേച്ച് കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ഈ മസാല ഇട്ടതുകൊണ്ട് ഒരാൾ ഓടി വന്ന് ചോദിച്ചു എന്തോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ കാണിച്ചിട്ട് ഇത്തിരി ഊതി കൊടുത്തതാണ് ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. അപ്പം നല്ലതെന്ന് പറയുന്നു. ഇതിനി വീഡിയോയിൽ കാണിച്ചതാണോ അതറിയത്തില്ലായിരുന്നു എനിക്ക്. പിന്നെ പറഞ്ഞ ആ ചപ്പാത്തിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ തല എണ്ണ തേച്ച് നിൽക്കുവാന്ന്. അപ്പോൾ തുണികളായി. അപ്പോൾ തുണികളൂടെ ഒന്ന് വിരിച്ചിട്ടിട്ട് കുളിക്കാമെന്ന് വെച്ചാൽ അപ്പം ചിന്തിക്കും അടുത്ത ജോലിയും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ എല്ലാം എണ്ണ വാരി തേച്ചിട്ട് മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചേക്കുക. കുളിക്കാൻ പോവാ. പോയി കുളിച്ചോ, ലൈറ്റ് ഇട്ടോ. തോർത്ത് കൊടുത്തിട്ടുണ്ടല്ലേ, പോ. അപ്പം എന്ത് ചെയ്യാം. കുളിച്ച് സുന്ദരനായി വന്നില്ലേ? ആ, നീ എന്ത് ചെയ്യാൻ പോവാ? ചപ്പാത്തി ഇറക്കാൻ. പ്രൈസമം കുളിച്ചിട്ടൊക്കെ വന്ന് അവന് ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ അവൻ അന്നേരം ആ നല്ലയാന്ന് ഞാൻ ചിന്തിച്ച് വീഡിയോയിൽ കാണിച്ചാന്ന്. പക്ഷേ അത് കൂട്ടി കഴിച്ചു. എന്നിട്ട് അപ്പോഴത്തേക്കിന് ഞാൻ കപ്പയ്ക്ക് ഇന്ന് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് അരപ്പിൻ്റെ അകത്ത് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി മുളക് പൊടി. ഞാൻ മുളക് പൊടി ചേർക്കുന്നതല്ല, ഓരോ സമയത്തും ഓരോത് നമുക്ക് തോന്നുമല്ലേ. അങ്ങനെ ഉപ്പും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കലക്കി മിക്സി കഴുകിയിട്ടേ അതിൻ്റെ അകത്ത് തന്നെ ഇത്തിരി ഉപ്പൂടിട്ട് കലക്കി ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ, അരപ്പൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ അരപ്പിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കപ്പയും കൂടി ഇട്ട്. കപ്പ വേവുന്ന കപ്പയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രിയിലെ ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പൊടിയൊക്കെയുള്ള കപ്പയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ 2 ഊറ്റി കഴിഞ്ഞിട്ട് കുക്കറി ഇട്ടിട്ട് ഈ അരപ്പിട്ട് ഒരു വിസിലടിച്ചെടുക്കുമ്പോഴത്തേന് നന്നായിട്ട് അങ്ങ് കുഴയും, പക്ഷേ പൊടി കാണത്തില്ലായിരുന്നു. അതിപ്പോൾ ഞാനൊന്ന് അരപ്പൊക്കെ ഒന്ന് പറ്റി, വെള്ളമൊക്കെ വറ്റി, അരപ്പ് പറ്റിയെന്നല്ല വെള്ളമൊക്കെ വറ്റി, ഞാനിതൊന്ന് നമ്മൾ തൈര് കടയുന്ന അതും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ.
അപ്പം കപ്പയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ ഈ പോൾമോൻ ട്യൂഷന് പോയേക്കുവായിരുന്നു. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നുകൊണ്ട് മണം കൊണ്ട് വന്നിട്ട് പിന്നെ അവൻ ഇച്ചിരി കൊടുത്ത്. അപ്പം ഞാനും ഒരു ഇച്ചിരി ഒന്ന് കഴിക്കാനായിട്ട് എടുത്തേക്കുക. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഡെയിലി ഉള്ളൊരു വിഭവം കപ്പ, ചക്ക, കഞ്ഞി. രാവിലെ ചക്കയും കഞ്ഞി ഇതൊക്കെയായിരുന്നു ഓരോരുത്തരുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. അപ്പം ഞാനിത് ഇച്ചിരി രാവിലെ പഴങ്കഞ്ഞി കുടിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ രാവിലെ എണ്ണ അതങ്ങ് മറന്നുപോയി. ഇച്ചിരി ഞാൻ മാറ്റി വെച്ചായിരുന്നു രാവിലത്തേക്കിന്. മീൻ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് ഇച്ചിരി ചോറും കപ്പയും ഇച്ചിരി തൈരൂടെ ഒഴിച്ച് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നേ. എന്തോ ചെയ്യാൻ രാവിലെ എണ്ണ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇച്ചിരി കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കഴിക്കാമെന്ന് തോന്നുന്നു. കൊതിയായിപ്പോയി. അപ്പോൾ പ്രൈസന് ഞാൻ ഇച്ചിരി കപ്പയും ഒരു ഇച്ചിരി ചോറും മീൻചാറ് മാത്രം, അവന് മീൻ കഷ്ണം വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഞാനതൊന്ന് ഇളക്കി ഇച്ചിരി കൊടുത്ത് അവനെ കഴിപ്പിക്കുമായിരുന്നു. അപ്പം ഞാനൂടെ ഇച്ചിരി കഴിക്കാനെടുത്ത്. എൻ്റെ വീഡിയോ എടുക്കുന്നത് പ്രീസമ്മോനാണ്, അതുകൊണ്ട് അതിൻ്റേതായ ഇച്ചിരി ഫോൾട്ടുകളൊക്കെ ഉണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.